അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് മുബശ്ശിർ തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി, ബഹുമാനപ്പെട്ട OP അഷ്റഫ്, ബഹുമാനപ്പെട്ട ഫൈസൽ ലൈറ്റിൽ, ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഫൈസി, ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് മാസ്റ്റർ, ബഹുമാനപ്പെട്ട റാഷിദ് കാക്കുനി, ബഹുമാനപ്പെട്ട മജീദ് ദാരിമി, ബഹുമാനപ്പെട്ട സയ്യിദ് മിർബാത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട താഹ യമാനി, ബഹുമാനപ്പെട്ട ജലീൽ നശ്ശരി അടക്കമുള്ള, ബഹുമാനപ്പെട്ട KNS അടക്കമുള്ള നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, നമ്മുടെ ഒരുമിച്ചുകൂടൽ സ്വാലിഹമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാലുദ്ദേശങ്ങളും അള്ളാഹു നിരന്തരം ചെയ്യട്ടെ. നാം ഇവിടെ ഒരുമിച്ചുകൂടി പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഏവരെയും അള്ളാഹുവെ പോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. SKSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ നടക്കുന്ന സർഗലയത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ സർഗലയത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ MLA മുനീർ സാഹിബ് വേദിയിലേക്ക് വരികയാണ്. സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ 4 ദിവസങ്ങളിലായി കൊടുവള്ളിയിൽ വെച്ച് നടക്കുന്ന ജില്ലാ സർഗലയത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. ശാഖാ തലം മുതൽ മേഖലകളും ജില്ലകളും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഡിസംബർ 27, 28, 29 തീയതികളിലായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ വെച്ചാണ് ഇതിൻ്റെ സംസ്ഥാനതല പരിപാടി നടക്കുന്നത്. SKSF എന്ന മഹത്തായ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ജീവാരുണ്യ സേവന മേഖലയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ, പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന മഹത്തായ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് വളർന്നൊരു വിദ്യാർത്ഥി യുവജന സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ പോഷക സംഘടനയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. 18 വിങ്ങുകളായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുകയും അതിൻ്റെ ഒരു പ്രധാന ഒന്നാണ് സർഗലയം എന്ന പേരിൽ 1-8 വർഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മത്സരങ്ങൾ നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാടാനും പ്രസംഗിക്കാനും എഴുതാനും ഒക്കെയുള്ള വിദ്യാർത്ഥികളുണ്ട്. അവിടെ വിദ്യാർത്ഥികളുടെ ആ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവരുടെ ആ അഭിരുചികൾ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇങ്ങനെ പരിപാടിയിലുള്ളത്. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളെ സമൂഹത്തിന്, സമുദായത്തിന്, സംഘടനയ്ക്ക് ഒക്കെ തന്നെ നേതൃത്വം നൽകേണ്ട ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. അവരുടെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം, ആസ്വാദനം, അത് നന്മകളിലൂടെ ഉപയോഗപ്പെടുത്താൻ, അവിടെ തിന്മകളിലേക്ക് വഴുതി പോകാതെ നന്മയിൽ അധിഷ്ഠിതമായ ആസ്വാദനങ്ങളും ജീവിത രീതികളും ഒക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് ഇങ്ങനെയുള്ള കലാ സാഹിത്യ മത്സരങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം കലക്കും സാഹിത്യത്തിനുമൊക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ്.
അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടിപ്പുകഴ്ത്തിയ കവികളെ അള്ളാഹുവിൻ്റെ ഹബീബ് ആദരിച്ചത് ഷാളണിയിച്ചുകൊണ്ടും മറ്റും ആദരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിലൂടെ കലയും സാഹിത്യവും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഉപകാരപ്രദമായ കലയും സാഹിത്യവുമാണ് ഇസ്ലാം ഇന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഏത് കാലഘട്ടങ്ങളിലും കലയും സാഹിത്യവും വലിയ സ്വാധീനമാണ് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കലയും സാഹിത്യവുമൊക്കെ തന്നെ ആ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെ സന്ദേശങ്ങൾ നൽകാനും മറ്റ് അരാജകത്വങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്താനും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കലയും സാഹിത്യത്തിൻ്റെയും സന്ദേശം. അതാണ് പ്രസംഗവും എഴുത്തുമൊക്കെ തന്നെ വലിയ സ്വാധീനങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നിരവധി പ്രഭാഷകന്മാർ, എഴുത്തുകാരൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അവരുടെ തൂലികയും അവരുടെ പ്രസംഗങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാനും നന്മയുടെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാനൊക്കെ ഇതിന് സാധിച്ചിട്ടുണ്ട്. ആ മേഖലയിലേക്ക് പുതിയ തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. നാം പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം തന്നെ അത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത് നാം പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അത് സമൂഹത്തിലേക്ക് പ്രസരണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയും. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മോട് പറയുന്നത്, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തുൽ ഹസന. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നല്ല സാര ഉപദേശങ്ങൾ മുഖേനയും തത്വദീക്ഷയോടും കൂടി നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതിന് എല്ലാ മേഖലകളും എല്ലാ സംവിധാനങ്ങളും ഹിക്മത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നാം ചെയ്യണം. അതിൻ്റെ പ്രസംഗവും അതുപോലെ തന്നെ എഴുത്തുമൊക്കെ തന്നെ അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മീഡിയകളാണ്. ആ രീതിയിൽ കഴിവുള്ള പ്രഭാഷകന്മാരെയും എഴുത്തുകാരെയും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ് സമൂഹത്തിനുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ കഴിവുകൾ, സർഗാത്മകമായ കഴിവുകൾ, അത് അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കാനായിരിക്കണം നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യാനും നന്മയുടെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാനുമായിരിക്കണം. കലയും സാഹിത്യമൊക്കെ തന്നെ ഇന്ന് അശ്ലീലവൽക്കരിക്കുകയും സ്ത്രീകളുടെ നഗ്നത വർണ്ണിക്കാനും വിവരിക്കാനും ഒക്കെ തന്നെ അത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത്തരം കലയും സാഹിത്യമൊക്കെ തന്നെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കാനും ലൈംഗികതയിലേക്കും മറ്റുമൊക്കെ തന്നെ സമൂഹത്തെ വഴിമാറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള കലയും സാഹിത്യവും എന്നും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന കലയും സാഹിത്യത്തെയും എന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ ബഷീർ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ കാലഘട്ടത്ത് നിരവധി അരാജകത്വങ്ങളാണ് സമൂഹത്തിൽ വളരുന്നത്. അത് നിരാസവും യുക്തിവാദവും ലിബറൽ ചിന്താഗതികളും സ്വതന്ത്ര ചിന്താഗതികളൊക്കെ തന്നെ സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. അവരൊക്കെ തന്നെ ലക്ഷ്യമാക്കുന്നത് മുസ്ലിം സമൂഹത്തെയുമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ വേഷവിധാനങ്ങൾ പിഴുതെറിയുന്ന ഒരു സമൂഹത്തെ സ്വപ്നം കാണുന്ന പല ആളുകളുമുണ്ട്. അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലേക്ക് നമ്മുടെ മക്കളെ വഴിമാറ്റുന്ന ഈ കാലഘട്ടത്ത് അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. വലിയ വെല്ലുവിളികളാണ് ഓരോ കാലഘട്ടത്തിലും നാം അനുഭവിക്കുന്നത്.
ആ വെല്ലുവിളികൾ അതിജീവിക്കാൻ കഴിവുള്ള പ്രഭാഷകന്മാരും എഴുത്തുകാരും ഒക്കെ തന്നെ ഉയർന്നു വരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. ആ മേഖലയിലേക്ക് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ കഴിവുകൾ അത് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജന സമൂഹത്തിൻ്റെ ആസ്വാദനങ്ങൾ അത് നന്മയിലേക്ക് അവരെ ചേർത്ത് പിടിക്കാൻ, നന്മയുടെ പ്രവർത്തനമായി ചേർത്ത് പിടിക്കാനൊക്കെ തന്നെ അവരെ പ്രചോദനം നൽകാൻ കഴിയണം. അതാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. അതിലൂടെയാണ് ആ സമൂഹത്തെ സമുദ്ധരിക്കാൻ കഴിയുന്ന പ്രഗത്ഭ പ്രഭാഷകന്മാരെ, എഴുത്തുകാരെ ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള സർഗലം പോലെയുള്ള പരിപാടികളിലൂടെ നമുക്ക് സാധ്യമാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. തൂലികയിലൂടെ ഒഴുകുന്ന മഷിത്തുള്ളിക്ക് രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വില കൽപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അപ്പോൾ ആ തൂലിക ചലിപ്പിക്കേണ്ടത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ ആ തൂലികയിലൂടെ സ്പർദ്ധ ഉണ്ടാക്കാനോ അരാജകത്വങ്ങളിലേക്ക് നയിക്കാനാവരുത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അരാജകത്വം നമുക്കറിയാം. മതത്തിൻ്റെ പേരിൽ സംഘടനകൾ ഉണ്ടാകുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പലരും നമ്മുടെ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നീതിപീഠത്തിൽ ഉള്ളവർ പോലും, ജഡ്ജിമാർ പോലും സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട ഭരണാധികാരികളും നിയമപാലകരും നീതിപീഠവും ഒക്കെ തന്നെ ആ ഭരണഘടന പോലും പിഴുതെറുന്ന രീതിയിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി അതിലൂടെ ഗൂഢമായ രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനവും ശാന്തിയും തകർക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അകത്തിന് ഇത്തരം പ്രഭാഷണങ്ങളിലൂടെയാണ്. ആ പ്രഭാഷണങ്ങളും എഴുത്തുമൊക്കെ തന്നെ നന്മക്കും തിന്മക്കും അരാജകത്വങ്ങൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല നാം പ്രോത്സാഹിപ്പിക്കേണ്ടത്. രാജ്യത്ത് സമാധാനം ഉണ്ടാവാനും ശാന്തി ഉണ്ടാവാനും പരസ്പര സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ നന്മയുടെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്ന പ്രഭാഷകന്മാരെയും എഴുത്തുകാരന്മാർക്കും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. അത് ഇത്തരത്തിലുള്ള ധർമ്മബോധമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം പരിപാടികളിലൂടെ, ഇത്തരം സർഗലയം പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധ്യമാകും. അതാണ് SKSF മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യവും. അതാണ് പൂർവ്വസൂരികളായ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന മഹിതമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലഘട്ടത്ത് ഇസ്ലാമിനെ കുറിച്ച് പലവിധ തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ സന്ദേശം എന്ത് എന്ന് സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനും തന്നെ കഴിയുന്ന പ്രഭാഷകന്മാർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നാം ലക്ഷ്യമാക്കുന്നത്. അതിനോട് ഇങ്ങനെയുള്ള പരിപാടി നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന കോഴിക്കോട് ജില്ലാ SKSFനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവിടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നിരവധി പ്രതിഭകൾ, 2000ഓളം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. 25ഓളം മേഖലയിൽ നിന്ന് വ്യത്യസ്ത പരിപാടികളായിക്കൊണ്ട് 2000ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്ന പരിപാടി. ഇതിൽ നിന്ന് വിജയികൾ സംസ്ഥാന തലത്തിൽ ഈ മാസം 28 തീയതികളിലായി നടക്കുന്ന പരിപാടി പങ്കെടുക്കേണ്ടവരാണ്. അപ്പോൾ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന പ്രതിഭകളൊക്കെ തന്നെ ഉന്നതമായ വിജയം ആ സംസ്ഥാന തലത്തിലും നേടിയെടുക്കാനെല്ലാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സംഘം അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ പരിപാടിയുടെ നല്ല രീതി നടത്താൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹകരിക്കുന്ന നിരവധി സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. ഭക്ഷണം നൽകാൻ വേണ്ടി സഹായിച്ചവർ, ഈ സ്റ്റേജ് പന്തൽ, അതുപോലെ തന്നെ മറ്റ് ട്രോഫികളൊക്കെ തന്നെ നൽകുന്നതിന് വേണ്ടി പലരും, പല വ്യവസായികളും അതുപോലെ തന്നെ നാട്ടിലുള്ള സഹോദരങ്ങളും സഹോദരിമാരൊക്കെ സഹായിക്കുന്നവരാണ്, സഹകരിച്ചവരാണ്. അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അല്ലാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തെ അല്ലാഹു പുരോഗതിയിലേക്ക് ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുകയും ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇതിനുപയോഗിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ സംഗമം ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഓടി നടക്കുന്നതിന് സംഘാടകർ, ഭാരവാഹികൾ, പ്രവർത്തകന്മാർ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ.
ഈ സംഘം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ചില സമ്മാനദാന ചടങ്ങുകൾ നടക്കുന്നു.